ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആന്തൂറിയത്തിൻ്റെ കെയറിങ്ങും അതുപോലെ പോട്ടി മിക്സ് വളങ്ങൾ ഒക്കെ കുറിച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത്. ആന്തൂറിയം ചെടി വാങ്ങുന്നവരുടെ കുറേ സംശയങ്ങളുണ്ട്, അതിനൊക്കെയുള്ള മറുപടിയാണ് കേട്ടോ. ചിലർ ചോദിക്കും പോട്ടി മിക്സ് എന്താണെന്ന്, ചിലർ ചോദിക്കും പൂവ് പെട്ടെന്ന് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, തൈകൾ ഉണ്ടാവാൻ എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ്. പിന്നെ ചിലരുടേത് പെട്ടെന്ന് വളരുന്നില്ല, വളർച്ച കുറവുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഒന്ന് ഉത്തരം കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യം നമ്മൾ പോട്ടി മിക്സിനെ കുറിച്ച് പറയാം. ചകിരിച്ചോറ്, ചാണകപ്പൊടി, എല്ലുപൊടി, പെർലൈറ്റ്, അതുപോലെ പശാക്കോട്ട വളം ചേർത്ത് കൊടുക്കുന്നത് ഏറ്റവും ബെറ്ററാണ് കേട്ടോ. അത് ആന്തൂറിയത്തിന് മാത്രമല്ല, ഏത് ചെടിക്കായാലും ഇൻഡോർ പ്ലാന്റുകൾക്ക് എല്ലാത്തിനും നമ്മൾ ബസാക്കോട്ട വളം കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല വളമാണ്. ആ ഒരു വളം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 3-4 മാസത്തിന് പിന്നെ ചെടിക്ക് വേറെ വളങ്ങളൊന്നും കൊടുക്കണ്ട. പിന്നെയുള്ളത് ആന്തൂറിയത്തിൻ്റെ നനയാണ്. ആന്തൂറിയം നനയ്ക്കേണ്ടത് ഞാൻ 3 ദിവസത്തിലൊരിക്കൽ മാത്രമാണ് നനക്കുന്നത്. പക്ഷെ അങ്ങനെ എല്ലാവരും ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം നിങ്ങളുടെ സ്ഥലത്തിൽ തണുപ്പ് കൂടുതലുണ്ടോ ചൂട് കൂടുതലുണ്ടോ അതിനനുസരിച്ച് വേണം നിങ്ങൾ നന കൊടുക്കാൻ. പോട്ടി മിക്സ് എപ്പോഴും ലൂസായിട്ട് കിടക്കണം. അതിനാണ് നമ്മൾ പെർലൈറ്റ് ചേർക്കുന്നത്. പിന്നെ കരിക്കഷ്ണം, ചകിരിയുടെ കഷ്ണങ്ങൾ, ചരൽ ചേർന്ന മണ്ണ് ഒക്കെ നമുക്ക് പോട്ടി മിക്സിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ചിലരുടെ സംശയമാണ് പൂവ് വരാൻ വേണ്ടിയിട്ട് എന്ത് വളമാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. ചെടി പിടിക്കുന്നതിന് മുമ്പ് തന്നെ പൂവ് വരാനുള്ള വളമാണ് ചോദിക്കുന്നത്. അപ്പം തന്നെ എനിക്ക് മനസ്സിലാവും ഇത് ഒരു ഐഡിയ ഇല്ലാത്ത ആളുകളാണെന്ന്. ഒരു ചെടി നമ്മൾ നട്ട് പിടിക്കോളം നമ്മൾ നല്ല തണലുള്ള ഭാഗത്ത് വെച്ച് അതിനെ പരിചരിക്കണം. അത് പിടിച്ച് അത് ഹെൽത്തി ആയിട്ട് വന്ന് പുതിയ ലീഫുകളൊക്കെ വരുമ്പോൾ അതിനോട് കൂടെ തന്നെ അതിന് മൊട്ട് വരും. എൻ്റെ കയ്യിലും ഈ ആന്തൂറിയം വളരുന്നുണ്ട്, അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗവും എനിക്കറിയാൻ പറ്റും. പക്ഷേ അതിനൊക്കെ നല്ല സമയമെടുക്കും. എത്രയോ സമയം എടുത്തിട്ടാണ് ഓരോരോ തൈകൾ വരുന്നതും പൂക്കൾ വരുന്നതൊക്കെ. അതുകൊണ്ടാണ് നമ്മുടെ ഈ ചെടിക്ക് റേറ്റ്. അതല്ലെങ്കിൽ നമുക്ക് ഇത്ര റേറ്റ് ഇല്ലാതെ തന്നെ ആ ചെടികൾ അവൈലബിൾ ആവുമല്ലോ. നല്ല ഹെൽത്തി ആയിട്ട് വളർന്നിട്ടും പൂക്കൾ വരുന്നില്ലെങ്കിൽ നമുക്ക് എപ്സം സാൾട്ട് കുറച്ചെടുത്തിട്ട് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് തണ്ടിലും ഇലയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരു 15 ദിവസത്തിനുള്ളിൽ നമ്മളെ ചെടിക്ക് ബഡ് വരുന്നത് കാണാം കേട്ടോ. പിന്നെ ആന്തൂറിയം വളർന്ന് വലുതായി അതിൻ്റെ തണ്ട് പൊങ്ങി വേര് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്കത് കട്ട് ചെയ്തിട്ട് തണ്ട് കുത്തിയും ചെടികൾ ഉണ്ടാക്കിയെടുക്കാം. അടുത്ത ചോദ്യമാണ് മിനിയേച്ചറും ഹൈബ്രിഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കേട്ടോ. മിനിയേച്ചർ ചെടി എന്ന് പറയുമ്പോൾ അതിനൊരു മീഡിയം ടൈപ്പ് ഹൈറ്റാണ് വരിക. പൂക്കളും ഒരു മീഡിയം ടൈപ്പ് ആയിരിക്കും. എന്നാൽ ഹൈബ്രിഡ് വലിയ പൂക്കളും വലിയ ചെടികളും ആയിട്ട് വളരും അത് മെച്ചോർഡാവുമ്പോൾ. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആന്തൂറിയത്തിന് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലോ എഴുതിയിട്ടാൽ അതിന് ഞാൻ റിപ്ലൈ തരുന്നതാണ്. ആന്തൂറിയം ചെടികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ മുകളിൽ കാണിച്ച ഈ വാട്സപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. DTDC കൊറിയർ വഴിയും അതുപോലെ നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴിയാണ് മുൻഗണന കൊടുക്കുന്നത് കേട്ടോ. അതിലൂടെയും നമ്മൾ ചെടികൾ അയക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നു വിചാരിക്കണം. നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.